ഗുഡ് ഈവനിങ്. നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. പ്രോബബിലിറ്റി. എന്താണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യത. അപ്പോ എന്തിനെ പറ്റിയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്? സാധ്യതകളെ പറ്റിയിട്ടാണ്. ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പ്രോബബിലിറ്റി നിങ്ങൾ ഓൾറെഡി സാധ്യത, ചാൻസ് ഓഫ് ഒക്കറിങ് സംതിങ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി അല്ലെ? ഓൾറെഡി 10th നിങ്ങൾ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഉള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വാട്ട് ഈസ് എ സാമ്പിൾ സ്പേസ്? പറഞ്ഞോ, എന്താണ് സാമ്പിൾ സ്പേസ്? രണ്ട് ഇവന്റിന്റെ നമ്പർ അല്ല, സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. നമുക്ക് ഇപ്പൊ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഔട്ട്കംസ് കിട്ടും അല്ലെ? എന്തെങ്കിലുമൊക്കെ ഔട്ട്കംസ് കിട്ടും. ആ കിട്ടുന്ന ഔട്ട്കംസുകൾ എല്ലാം അടങ്ങുന്ന സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? സാമ്പിൾ സ്പേസ് എന്ന് പറയാ. ഇപ്പോ നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ടോസിങ് എ കോയിൻ ആണെന്ന് വിചാരിച്ചോ. നമ്മുടെ എക്സ്പെരിമെന്റ് ഏതാണ്? ടോസിങ് എ കോയിൻ. ദിസ് ഈസ് അവർ എക്സ്പെരിമെന്റ്. ഇതിന്റെ സാമ്പിൾ സ്പേസ് നമ്മൾ ക്യാപിറ്റൽ എസ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്നത്. എന്തായിരിക്കും സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്? എന്തൊക്കെ കിട്ടും? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോ ഹെഡ് കിട്ടും, ടെയിൽ കിട്ടും. അപ്പോ ഗെറ്റിംഗ് എ ഹെഡ്, ഗെറ്റിംഗ് എ ടെയിൽ, ഇതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താ? ഒരു സെറ്റ് ആയിരിക്കും. ഓക്കെ. ഇനി എന്താ? ത്രോയിങ് എ ഡൈസ്, അതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. ത്രോയിങ് എ ഡൈസ് എന്തായിരിക്കും സാമ്പിൾ സ്പേസ്? ഗെറ്റിംഗ് 1 2 3 4 5 6, ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. കിട്ടിയോ? സാമ്പിൾ സ്പേസ് എന്താണെന്ന് ക്ലിയർ ആണോ? ഇനി എന്താണ് ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ആൻ ഇവന്റ്? വാട്ട് ഈസ് ആൻ ഇവന്റ്? നടക്കാൻ സാധ്യതയുള്ള ഒരു എക്സാമ്പിൾ പറയാമോ? ഇതിനകത്തൊരു ഇവന്റ് പറഞ്ഞേ. ഗെറ്റിംഗ് ഹെഡ് ഓർ ടെയിൽ. ടോസിങ് എ കോയിൻ, അത് എക്സ്പെരിമെന്റ് അല്ലേ? ഗെറ്റിംഗ് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ഓർ ടെയിൽ. ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആയിരിക്കും. വിമലിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കണോ? ഇവിടെ എന്തെങ്കിലും പറയുന്നതിനിടയ്ക്ക് പറയരുത്, ഒന്നും സംസാരിക്കണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണീച്ചെന്ന് പറയാം കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും സംസാരിക്കണ്ട ആരും കേട്ടോ. അപ്പോ ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? An event will be a subset of sample space. പറഞ്ഞേ എന്താണ്? Subset of sample space. സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആയിരിക്കും ആര്? ഇവന്റ്. അപ്പൊ ഇതിനകത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇവന്റ് ഗെറ്റിംഗ് എ ഹെഡ് ഓർ ടെയിൽ, ദാറ്റ് ഇസ് എ ഇവന്റ്. ഗെറ്റിംഗ് ഹെഡ്, ഗെറ്റിംഗ് ടെയിൽ, അതൊക്കെ എന്താണ്? ഇവന്റുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി ഇവിടെയാണെങ്കിലോ ഗെറ്റിംഗ് 1, ഗെറ്റിംഗ് 2, ഗെറ്റിംഗ് 3, ഗെറ്റിംഗ് 6, ഗെറ്റിംഗ് എൻ ഈവൻ നമ്പർ, ഗെറ്റിംഗ് എൻ ഓഡ് നമ്പർ, ഗെറ്റിംഗ് എ പ്രൈം നമ്പർ, അതെല്ലാം എന്താണ്? ഓരോരോ ഇവന്റുകളാണ്. ഇവന്റ് എന്താണെന്ന് ക്ലിയർ ആണോ? എഴുതിക്കോ. ഇവന്റ് any subset capital E, any subset capital E of a sample space capital S, any subset capital E of a sample space capital S is called an event. Is called an event. എഴുതിയോ? സാമ്പിൾ സ്പേസിന്റെ ഏത് സബ്സെറ്റ് വേണമെങ്കിലും ആകാം. അത് എന്താണ്? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇവന്റ് എന്ന് പറയാ. ഇനി നെക്സ്റ്റ് സബ് ഹെഡിങ് ടൈപ്സ് ഓഫ് ഇവന്റ്സ്. പല ടൈപ്പ് ഓഫ് ഇവന്റ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഇവന്റ്സ്. ടൈപ്സ് ഓഫ് ഇവന്റ്സ്. ഫസ്റ്റ് വൺ, ഇംപോസിബിൾ ഇവന്റ്. ഇംപോസിബിൾ ഇവന്റ്. എന്താണ് ഇംപോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയുള്ള ഇവന്റുകളെയാണ് നമ്മൾ എന്ത് പറയാ? ഇംപോസിബിൾ ഇവന്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയാമോ?
കോയിൻ ഡൈസ് ടോസ് ചെയ്യുമ്പോൾ 7 കിട്ടുക, അല്ലെങ്കിൽ നമ്പർ ഗ്രേറ്റർ ദാൻ 10 കിട്ടുക, അല്ലെങ്കിൽ നമ്പർ ഗ്രേറ്റർ ദാൻ 20 കിട്ടുക, അതൊക്കെ എന്തൊക്കെ നടക്കുമോ? ഇല്ല, ഒരിക്കലും നടക്കില്ല. അങ്ങനെയുള്ള ഇവന്റുകളെയാണ് നമ്മൾ കോയിൻ വീഴാണ്ടിരിക്കുക, അല്ലേ? അതല്ല, വീഴാണ്ടിരിക്കുക മീൻസ് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വീഴാണ്ടിരിക്കുക. നടുക്ക് ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയാ. ഡെഫിനിഷൻസ് എഴുതണോ? വേണ്ടല്ലോ. നെക്സ്റ്റ് ജസ്റ്റ് ഈ പേരുകൾ മാത്രം എഴുതി വെക്കുക കേട്ടോ. ഇത് നിങ്ങൾ 10th ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഷുവർ ഇവന്റ്. ഷുവർ ഇവന്റ് എന്താണ് ഷുവർ ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈസിൽ 1 to 6 അല്ലെങ്കിൽ നമ്പർ ലെസ് ദാൻ 10 കിട്ടുക. അതൊക്കെ എന്തായാലും നമുക്ക് ലെസ് ദാൻ 10 ലെസ് ദാൻ 7 അല്ല, എല്ലാം ലെസ് ദാൻ 10 അല്ലേ? അല്ല, 8 വന്നെന്നില്ലല്ലോ. നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് എല്ലാം ലെസ് ദാൻ 10 അല്ലേ? ലെസ് ദാൻ 10 കിട്ടുക അല്ലേ? ലെസ് ദാൻ 10 അല്ലേ? ആരുടെ ചേട്ടന്റെ കാര്യമാണ് പറയണേ? ഇമ്പോസിബിൾ ഇവന്റിന്റെ കാര്യമാണോ നിങ്ങളിപ്പോ പറഞ്ഞേ? ആണോ ഗായത്രി? അപ്പൊ അനല പറഞ്ഞു ഒന്നും ഗായത്രി കേട്ടിട്ടില്ലെന്നാ പറയണ. അനല ഇമ്പോസിബിൾ ഇവന്റിന്റെ കാര്യമാണോ പറഞ്ഞേ? ചേട്ടനൊക്കെ ഞാൻ കേട്ടല്ലോ. ആരുടെ ചേട്ടൻ ഇമ്പോസിബിൾ ഇവന്റ് ആണെന്നാണോ പറഞ്ഞേ? ഷുവർ ഇവന്റ് എന്തായാലും നടക്കും. ഇനി വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇമ്പോസിബിൾ ഇവന്റ്? ഒരു ഇമ്പോസിബിൾ ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്താ? P of 0 ആണ്. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഷുവർ ഇവന്റ്? 1. എപ്പോഴും പ്രോബബിലിറ്റിയുടെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and 1. ഇറ്റ് കാൺ ബി നെഗറ്റീവ് വാല്യൂസ് വരില്ല പ്രോബബിലിറ്റിക്ക്. നെക്സ്റ്റ് സിമ്പിൾ ഇവന്റ്. വാട്ട് ഡു യു മീൻ ബൈ സിമ്പിൾ ഇവന്റ്? ഒറ്റ സാമ്പിൾ സ്പേസ് അല്ല, ഒറ്റ സാമ്പിൾ പോയിന്റ് കേട്ടോ. സിമ്പിൾ ഇവന്റ് if the event has only one sample point, ഒരു സാമ്പിൾ പോയിന്റ് ഉള്ളെങ്കിലാണ് നമ്മൾ എന്ത് പറയാ? സിമ്പിൾ ഇവന്റ് എന്ന് പറയാം. എക്സാമ്പിൾ പറഞ്ഞേ. രണ്ട് കോയിൻ ടോസ് ചെയ്യാണ്. ടോസിങ് 2 കോയിൻസ്. അല്ല, ടോസിങ് 2 കോയിൻസ്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്താ? ടോസിങ് 2 കോയിനില് ഇത് നോക്ക. ടോസിങ് 2 കോയിൻസ് സാമ്പിൾ സ്പേസ് എന്താ? ഒന്നെങ്കിൽ 2 ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഹെഡ് സെക്കൻഡ് ടെയിൽ കിട്ടാം, പിന്നെയോ ടെയിൽ ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. നമ്മുടെ ഇവന്റ് പറയാണ് ഗെറ്റിംഗ്. ഇത് സിമ്പിൾ ആണ്. ഇത് സാമ്പിൾ സ്പേസ് ആണ്. ഇത് സാമ്പിൾ സ്പേസ് ആണ്. ഇവന്റ് ഞാൻ പറയാണ് ഗെറ്റിംഗ് 2 ഹെഡ്. ഏതാ? HH മാത്രല്ലേ ഉള്ളൂ, ആകെ ഒരൊറ്റ എലമെന്റ് അല്ലേ ഉള്ളൂ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സിമ്പിൾ ഇവന്റ് എന്ന് പറയാ. മനസ്സിലായോ? നെക്സ്റ്റ് കോമ്പൗണ്ട് ഇവന്റ്. എന്താ കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 1 സാമ്പിൾ പോയിന്റ് ഉണ്ടായിരിക്കും. കോമ്പൗണ്ട് ഇവന്റ് ഇപ്പൊ പറയാണ് ഗെറ്റിംഗ് 1 ഹെഡ് ആൻഡ് 1 ടെയിൽ. രണ്ടെണ്ണം ഇല്ലേ? ഒരു ഹെഡും ഒരു ടെയിലും. അതാണ് കോമ്പൗണ്ട് ഇവന്റ്. നെക്സ്റ്റ് എഴുതിയോ? പേര് മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് ഓൾജിബ്ര ഓഫ് ഇവന്റ്സ്. നെക്സ്റ്റ് സബ് ഹെഡിങ്. കോമ്പൗണ്ട് ഇവന്റ് എന്താണെന്ന് മനസ്സിലായി. ഡെഫിനിഷൻ എഴുതണ്ട. ഡെഫിനിഷൻ വേണോ? അതായത് ഇവിടെ ഒരെണ്ണല്ലേ ഉള്ളൂ. സിമ്പിൾ ഇവന്റിൽ ഒരു എലമെന്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഒന്നിൽ കൂടുതൽ എലമെന്റ് ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ ഇതിന്റെ തന്നെ പറയാണ് ഗെറ്റിംഗ് 1 ഹെഡ് ആൻഡ് 1 ടെയിൽ. ഒരു ഹെഡും ഒരു ടെയിലും കിട്ടണം. അതേതാ? HTTH. 2 എലമെന്റ്സ് ഇല്ലേ? ഒരു ഹെഡും ഒരു ടെയിലുള്ള. അപ്പൊ ഒന്നിൽ കൂടുതലുണ്ട്. അപ്പൊ ഇതെന്താ? കോമ്പൗണ്ട് ഇവന്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് ഓൾജിബ്ര ഓഫ് ഇവന്റ്സ്. റബ്ബ് ചെയ്തോട്ടെ ഇത്.
തപ്പിക്കോട്ടെ. കോംപ്ലിമെന്ററി ഇവന്റ്. വാട്ട് ഡു യു മീൻ ബൈ കോംപ്ലിമെന്ററി ഇവന്റ്? പഠിച്ചിട്ടുണ്ടല്ലോ. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് പഠിച്ചിട്ടില്ലേ? കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ആ, അപ്പൊ എ എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ഓഫ് ആൻ ഇവന്റ്. ഇപ്പൊ ഗെറ്റിംഗ് എ ഹെഡ് ആണ് ഇവന്റ് എന്ന് വിചാരിച്ചു. ഇപ്പൊ കോംപ്ലിമെന്റ് ഓഫ് ദാറ്റ് ഇവന്റ് എന്താ? ആ, ഗെറ്റിംഗ് ദ നോട്ട് ഹെഡ്. അത് ഹെഡ് കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ടെയിൽ കിട്ടാം. അത് എഴുതി വെച്ചോ. കോംപ്ലിമെന്ററി ഇവന്റ്. കോംപ്ലിമെന്റ് ഓഫ് ഇവന്റ് അല്ല, കോംപ്ലിമെന്ററി ഇവന്റ്. അത് നോട്ട് ചെയ്ത് വെച്ചോ. കോംപ്ലിമെന്ററി ഇവന്റ്. Complementary event. For every event capital A, for every event capital A, comma, there corresponds another event capital A dash. For every event capital A, comma, there corresponds another event capital A dash. There corresponds another event capital A dash called the complementary event to A. Called the complementary event to A. Called the complementary event to A. It is also called the event in inverted comma not A. Complementary event എന്ന് പറഞ്ഞാൽ എന്താ? Event not A. It is also called the event not A. A അല്ലാത്തത്. Next, the event A or B. The event A or B. The event A or B. അറിയില്ല, അത് മെറ്റീരിയൽ ആണ്. സ്റ്റഡി മെറ്റീരിയൽ. എന്താ ഡൗട്ട് ഉണ്ടോ? എന്താ? ഒമേഗ. ഒമേഗ. അത് ഓമാണ്. അത് ഓമാണ്. നിങ്ങൾ ആൽഫ ബീറ്റ എന്നൊക്കെ പഠിക്കുന്നില്ലേ? ഗ്രീക്ക് ലെറ്റേഴ്സ് ആണത്. അത് അതേപോലത്തെ ഒരു ലെറ്റർ ആണ്. അത് നൊട്ടേഷൻ ആണ്. അത് നെക്സ്റ്റ്, ദ ഇവന്റ് എ ഓർ ബി. ദ ഇവന്റ് എ ഓർ ബി. ഇവന്റ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബി. അത് മാത്രം എഴുതിയാ പോരെ? ഇവന്റ് എ ഓർ ബി. ഇവന്റ് എ ഓർ ബി ഈക്വൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയും വേണം ബിയും വേണം. ഇപ്പോ ഗെറ്റിംഗ് ഹെഡ് എന്താ പറയാ? എയും വേണം ബിയും വേണം. അപ്പൊ അത് രണ്ടും വേണം. നിങ്ങൾ രണ്ട് സെറ്റ് സെറ്റിൽ പഠിച്ചിട്ടില്ലേ? എ ഓർ ബി. സെറ്റ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി അല്ലേ കണ്ടുപിടിക്കുക?
അത് എഴുതിക്കോളാം. Which is equal to set of all omega where omega belongs to A or omega belongs to B. ഒമേഗയാണ് കേട്ടോ, ഒമേഗയാണ്. അതോ അത് നമ്മളെ ആണ്, സയന്റിസ്റ്റ് ആണ്. ആണ്. Next, the event A and B. എഴുതി കഴിഞ്ഞ നെക്സ്റ്റ് ഇവന്റ് A and B. The event A and B. എഴുതിയ നെക്സ്റ്റ് ഇവന്റ് A and B. Equal to A intersection B, which is equal to set of all omega such that omega belongs to A and omega belongs to B. എഴുതിയോ? നെക്സ്റ്റ് ഹെഡിങ് the event A but not B. The event A but not B. അതെങ്ങനെ എഴുതാം? In the complement. ഒമേഗ എന്ന് പറയുന്ന എലമെന്റ്സ് നമ്മൾ സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to A or x belongs to B. അതിന് എക്സിന് പകരം ഒമേഗ എന്ന് എഴുതി, അത്രേ ഉള്ളൂ. അത് ആംഗുലർ മൊമെന്റം. അതൊന്നും ഇവിടെ ഇല്ല, അതൊന്നും ഇല്ല ഇവിടെ. അതില്ല, അതില്ല. നിങ്ങൾ അതുമായിട്ട് മിക്സ് ചെയ്യല്ലേ. ഇത് വേറെ, ഇത് വേറെ. ഒമേഗയാണ് അവിടെ എഴുതിയേക്കുന്നത്. അത് അതിനകത്ത് നമ്മൾ ഇങ്ങനെ അങ്ങനെ എഴുതും. നമ്മൾ ഹാൻഡ് റിട്ടൺ ആവുമ്പോഴത്തേക്കും the event A but not B. The event A but not B. അതെങ്ങനെ എഴുതാ? ഇവന്റ് A but not B എന്ന് പറഞ്ഞാൽ എന്താ? A എന്ന് പറയുന്ന സെറ്റിലുണ്ട്, B എന്ന് പറയുന്ന സെറ്റിൽ ഇല്ല. അതെങ്ങനെ നമ്മൾ സെറ്റിൽ പഠിച്ചത്? എയിലുണ്ട്, ബിയിലില്ല. A minus B അല്ലേ? Which is equal to set of all omega such that omega belongs to A and omega. ഇതിനെങ്ങനെ എഴുതാം? A intersection B dash എന്ന് എഴുതാമല്ലോ. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. A intersection B dash. ഇതില് ഇപ്പൊ ഓരോ സാമ്പിൾ സ്പേസ് എന്നൊക്കെ പറയുന്ന സെറ്റ് അല്ല, അതെങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസ് ഇവന്റുകൾ അതെല്ലാം സെറ്റുകളല്ലേ, അതുകൊണ്ട് അല്ലേ, അതുകൊണ്ടാണ് കണക്റ്റഡ് ആയിട്ട് തോന്നണേ കേട്ടോ.
Next heading, mutually exclusive events. Exclusive events. Mutually exclusive events. അല്ല നെക്സ്റ്റ് ഹെഡിങ് ആണ്. Two events capital A and capital B. Two events capital A and capital B are called mutually exclusive events. Two events capital A and capital B are called mutually exclusive events if they cannot occur simultaneously. If they cannot occur simultaneously. Full stop. In this case, the sets A and B, in this case, the sets A and B are disjoint. In this case, set A and B are disjoint. Disjoint. എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആയിരിക്കും അല്ല എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ഇവന്റുകൾ നമ്മൾ രണ്ട് ഇവന്റ് എ ആൻഡ് ബി എടുക്കുകയാണെങ്കിൽ ആ എ ആൻഡ് ബിനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയണമെങ്കിൽ എയും ബിയും ഒരേ സമയം ഹാപ്പൻ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ത്രോയിങ് എ ഡൈസ് ആണ് എന്റെ എക്സ്പെരിമെന്റ്. എന്റെ ഇവന്റ് എ എന്ന് പറയുന്നത് ഗെറ്റിംഗ് എൻ ഈവൻ നമ്പർ, ഇവന്റ് ബി എന്ന് പറയുന്നത് ഗെറ്റിംഗ് എൻ ഓഡ് നമ്പർ. അപ്പൊ ഒരേ സമയം ഇവൻ നമ്പറും ഓഡ് നമ്പറും കിട്ടുമോ? ഇല്ല. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്, 5 ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇവന്റുകളെയാണ് നമ്മൾ എന്ത് പറയാം, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയാം. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? എന്താ ഡൗട്ട്? എന്താ മനസ്സിലാവാതെ? മനസ്സിലായത് പറയും. മനസ്സിലായത് പറയും. ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചിട്ട് പറഞ്ഞു. വായിച്ചിട്ട് മനസ്സിലായത് പറയട്ടാ. അക്ഷയ്ക്ക് മനസ്സിലായോ? ആ മനസ്സിലായോ? എന്താ മനസ്സിലായെന്ന് പറയും. പറയ. ഡിസ്ജോയിന്റ് പറയാം. പറഞ്ഞേ എന്താ മനസ്സിലായെന്ന് പറയാം. എന്താ മനസ്സിലായത്? മനസ്സിലായത് പറ. തെറ്റിയാലും കുഴപ്പമില്ല. അല്ല പറ, വായിച്ചിട്ട് എന്താ മനസ്സിലായെന്ന് പറ. അത് സിമ്പിൾ സെന്റൻസ് അല്ലേ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പറ. എക്സ്ക്ലൂസീവ്. ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് സെറ്റുകൾ ഡിസ്ജോയിന്റ് ആന്ന് പറയുന്നത് എപ്പോഴാ, അവരുടെ ഇന്റർസെക്ഷൻ 5 ആയിരിക്കണം. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയാ, ഡിസ്ജോയിന്റ് എന്ന് പറയാ. അതായത് എക്കും ബിക്കും കോമൺ ആയിട്ട് ആരും ഉണ്ടാവില്ല. ഓക്കെ. നെക്സ്റ്റ് എക്സോസ്റ്റീവ് ഇവന്റ്സ്. Exhaustive events. Exhaustive events. EXHAUSTIVE. Exhaustive events. If capital E1, comma E2, E1. If capital E1, comma E2, comma etc. En
are n events of a sample space capital S. If E1, E2, etc. En are n events of a sample space capital S are n events of a sample space capital S, and if E1 union E2 union etc. union En is equal to capital S, if E1 E2 etc. En are n events of a sample space capital S, and if E1 union E2 union etc. union En is equal to capital S, E1 union E2 union etc. union En is equal to capital S, then E1, E2, etc., En, then E1, E2, etc., En are called exhaustive events. Are called exhaustive events. Are called exhaustive events. എഴുതിയോ? Are called exhaustive events. എന്താ എക്സോസ്റ്റീവ് ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ E1 എന്ന് പറയുന്ന എന്റെ എക്സ്പെരിമെന്റ് ത്രോയിങ് എ ഡൈസ് ആണ്. E1 എന്ന് പറയുന്ന ഇവന്റ് getting an even number. E2 എന്ന് പറയുന്ന ഇവന്റ് getting an odd number. പറഞ്ഞ E1 എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും? E1 എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും? ഈവൻ നമ്പർ. 2 മാത്രമേ ഉള്ളോ? 4, 6, 8 ഉണ്ടോ? ത്രോയിങ് എ ഡൈസ് ആണ്. ഡൈസിൽ എത്ര വരെ ഉള്ളൂ? 6 വരെ ഉള്ളൂ. ഇനി ഗെറ്റിംഗ് എൻ ഓഡ് നമ്പർ 1, 3, 5. ഇനി E1 യൂണിയൻ E2 കണ്ടുപിടിക്കുക. എന്ത് കിട്ടും? പറഞ്ഞേ. 1, 2, 3, 4, 5, 6. ത്രോയിങ് എ ഡൈസിന്റെ സാമ്പിൾ സ്പേസ് എന്താ? ത്രോയിങ് എ ഡൈസിന്റെ സാമ്പിൾ സ്പേസ് 1, 2, 3 എക്സെട്ര അപ് ടു 6. രണ്ട് സെയിം ആണോ? E1 യൂണിയൻ E2 എന്താണ്? സാമ്പിൾ സ്പേസ് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? E1 ആൻഡ് E2 ആർ എക്സോസ്റ്റീവ് ഇവന്റ്സ്. എക്സോസ്റ്റീവ് ആകണമെങ്കിൽ നമുക്ക് എന്താ കിട്ടണ്ടേ? E1 യൂണിയൻ E2 എസ് ആവണം. ഇവിടെ എസ് ആയല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സോസ്റ്റീവ് ഇവന്റ് ആണ്. ഇനി ഇവര് എക്സ്ക്ലൂസീവ് ആണോ? എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർസെക്ഷൻ 5 ആയിരിക്കണം. രണ്ടിലും കോമൺ ആയിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. നോക്കിയേ, E1 ഇന്റർസെക്ഷൻ E2 എന്താ? E1 ഇന്റർസെക്ഷൻ E2 എന്താ? പറഞ്ഞേ. 5 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore E1 and E2 are mutually എന്ന് പറയാം കേട്ടോ, mutually exclusive events. ഇതല്ലാത്തോ എന്ന് പറഞ്ഞ ഇപ്പം ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഇനി ഞാൻ പറയാണ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ ഏതാ വരിക? അതാണ് എൻ്റെ E3 എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 4. ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? 1, 2, 3 ഇത്രയും വരാം. നോക്കിയേ, E1 യൂണിയൻ E3 ചെയ്യുമ്പോൾ നമുക്ക് എസ് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സോസ്റ്റീവ് അല്ല എന്ന് പറയാം. ഇനി ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ 2 കിട്ടുന്നുണ്ട്, 5 അല്ല. അപ്പൊ എന്താ പറയാം? എക്സ്ക്ലൂസീവ് അല്ല. ഓക്കെ. ഇനി എക്സസൈസ് 14.1 എടുത്ത് എക്സസൈസ് ടെക്സ്റ്റ് ബുക്ക് ഇല്ല അല്ലേ? ആരുടെ? അടുത്ത ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരണേ. ഈ ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമാണ്. മാറണോ? ഇതെല്ലാരും എഴുതി കഴിഞ്ഞോ? ഈ എക്സാമ്പിൾ വേണമെങ്കിൽ നോട്ട് ചെയ്തെടുത്തോട്ടോ.
ടെക്സ്റ്റ് ബുക്ക് ആരുടെ കയ്യിലുണ്ട്? ഉണ്ട്. വിമലയിലില്ല? ഉണ്ട്. വിമലയിലുണ്ടോ? നിങ്ങളുടെ 3 പേരുടെ കയ്യിലില്ല? അക്ഷയയിലുണ്ട്, ബാക്കിലെ റോയിലും ഉണ്ട്. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. A die is rolled. Let capital E be the event die shows 4 and capital F be the event die shows even number. Are E and F mutually exclusive? ആണോ? ഒന്ന് ചെയ്തേ. ഇ എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ഡൈ ഷോസ് 4 ആണ് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന ഇവന്റ്. എഫ് എന്ന് പറയുന്ന ഇവന്റ് എന്താ? ഡൈ ഷോസ് ആൻ ഇവൻ നമ്പർ. അപ്പൊ ഏതൊക്കെ വരാം ഈവൻ നമ്പർ എന്ന് പറയുമ്പോ? 2 വരാം, 4 വരാം, 6 വരാം അല്ലെ? ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ആർ ഇ ആൻഡ് എഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോന്ന് ചോദിച്ചേക്കുന്നത്. ആണോ? അല്ല. കാരണം എന്താ? ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താ? 5 അല്ല 4 ആണ്. സോ ഇ ആൻഡ് എഫ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എഴുതി വെച്ച ആൻസർ മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. മനസ്സിലായില്ല? തിരിച്ച് റാ പോലെ. ആ മറ്റൊരു യൂണിയൻ ആണ്. യു പോലത്തെ യൂണിയൻ ആണ്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇവിടെ നോക്കി ക്യാപിറ്റൽ ഇ. ഇവിടെ ശ്രദ്ധിച്ചേ. ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന ഇവന്റ് എന്താ? സെറ്റ് 4 ആണ്. ഇനി എഫ് എന്താ? ഗെറ്റിംഗ് an even number that is 2, 4, 6. സോ ഇവിടെ ഈ ഇന്റർസെക്ഷൻ 5 സോറി ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്ന 5 ആണോ? നോട്ട് ഈക്വൽ ടു 5 ആണ് അല്ലെ? ഇസ് ഈക്വൽ ടു 4 ആണ്. ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്ന സെറ്റ് 4 ആണ് വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 5. 5 വന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാവുള്ളൂ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. therefore E and F are not mutually exclusive. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അജയ് അൻസയോ? കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A die is thrown. Describe the following events. ഒരു die ത്രോ ചെയ്തിട്ടുണ്ട്. That is our experiment. We have to describe the following experiments. Capital A. A number less than 7. പറഞ്ഞേ എന്തൊക്കെയായിരിക്കും എലമെന്റ്സ് വരാ? പറ എല്ലാരും പറ. A number less than 7. ഡൈസ് ത്രോ ചെയ്യുമ്പോ 7 താഴെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ കിട്ടുക? 1, 2, 3 etc. up to 6. ഇനി B. A number greater than 7. 8 to infinity. ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ആ നമ്പേഴ്സ് ഒക്കെ നമുക്ക് കിട്ടുമോ? ഡൈസ് ത്രോൺ ആണ് നമ്മുടെ എക്സ്പെരിമെന്റ്. 5 ആണ് കേട്ടോ. അങ്ങനെ കിട്ടില്ല. സി എ മൾട്ടിപ്പിൾ ഓഫ് 3. 5 ആണോ എഴുതിയത്? എ മൾട്ടിപ്പിൾ ഓഫ് 3. 3, 6. A number less than 4. 4നേക്കാളും താഴെയുള്ള നമ്പേഴ്സ് 1, 2, 3. An even number greater than 4. E. 6. F. A number not less than 3. 3നേക്കാളും ചെറുതാവാൻ പാടില്ല. 3 വരുമോ? 3നേക്കാളും ചെറുതാവാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കണേ. ഈക്വൽ ആവുന്നതിന് കുഴപ്പമില്ല. അപ്പൊ 3, 4, 5, 6. ഓക്കെ. ഇപ്പൊ നമുക്ക് എ ബി സി ഡി എഫ് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. എ യൂണിയൻ എഴുതാം. ഇങ്ങനെ എഴുതാവോന്നോ? ഇല്ല. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതരുത് കേട്ടോ. തെറ്റാണ്. എന്താണെന്നോ? ഇത് വേറെ സെറ്റാണ്.
ഇതെന്ന് പറയുന്നത് സെറ്റിനുള്ളിൽ 5 വരിക എന്ന് പറഞ്ഞാൽ സെറ്റിനുള്ളിൽ ഇങ്ങനത്തെ ഒരു ലെറ്റർ, അല്ലെങ്കിൽ ഇതൊരു ലെറ്റർ അല്ലേ, ഇപ്പൊ ഇങ്ങനെയൊക്കെ വരത്തില്ലേ, അതാണ്. ഇപ്പൊ നൾ സെറ്റിന്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതാണ്, ഇതാണ് കേട്ടോ. ഇനി എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, ബി യൂണിയൻ സി, ഇന്റർസെക്ഷൻ എഫ് കണ്ടുപിടിച്ചേ. സെറ്റ് ആണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒന്ന് കണ്ടുപിടിച്ചേ. എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, ബി യൂണിയൻ സി, ഇ ഇന്റർസെക്ഷൻ എഫ്, ഡി ഇന്റർസെക്ഷൻ ഇ, എ മൈനസ് സി, ഡി മൈനസ് ഇ, ഇ ഇന്റർസെക്ഷൻ എഫ് ഡാഷ്, എഫ് ഡാഷ്. ഇത്രയും കണ്ടുപിടിക്കണേ. കോമൺ നൾ സെറ്റ്. ഒന്ന് എഴുതി കാണിക്കും. എ യൂണിയൻ ബിയില് എ യൂണിയൻ 5 എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്, ഒന്നും വരത്തില്ലല്ലോ. ആ ഏതില് ഓപ്പൺ ബ്രാക്കറ്റ്? ആ മതി. ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 7ന്റെ അവിടെയാണ് ഓപ്പൺ ബ്രാക്കറ്റ് എങ്കിൽ 7 ഇൻക്ലൂഡഡ് ആവില്ല. അങ്ങനെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെങ്കിൽ 7 ഇൻക്ലൂഡഡ് ആണ്. എ യൂണിയൻ ബി, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയും ഉണ്ട് ബിയും ഉണ്ട്, 7 ആണ്. നമുക്ക് ഇപ്പൊ ഇവിടെ നമുക്ക് സെറ്റുകൾ കിട്ടിയിട്ടുണ്ട്. എ മുതൽ എഫ് വരെയുള്ള സെറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ സെറ്റുകളുടെ യൂണിയൻ എടുത്താൽ മതി. ആ കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ വിമൽ? വിമൽ ആൻസർ കിട്ടിയോ? ഫൈനൽ ആൻസർ എല്ലാം കിട്ടി, എല്ലാം ചെയ്തു. ഇനി ആരൊക്കെയാ കഴിയാനുള്ള? വേഗം ചെയ്ത്. എഫ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എഫിൽ ഇല്ലാത്തത്. എഫിൽ ഇല്ലാത്ത എലമെന്റ്സ് ഏതൊക്കെയാണ്? സാമ്പിൾ സ്പേസിൽ ഉണ്ടാവണം, എഫിൽ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ സ്പേസ് കൺസിഡർ ചെയ്തിട്ട് എഫിൽ ഇല്ലാത്തത്. കഴിഞ്ഞു. എഫിൽ ഇല്ലാത്തത്
കൊടുക്കണം എന്നാണ് മിസ് പറഞ്ഞത്. കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? വിമല 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു. ഇപ്പൊ പഠിപ്പിക്കാണ്ടിരിക്കല്ലേ? കഴിഞ്ഞോ? ആൻസേഴ്സ് പറഞ്ഞേ. എ യൂണിയൻ ബി. എന്താണ് എ യൂണിയൻ ബി? എല്ലാരും കഴിഞ്ഞോ? ഇനി ആരാ കഴിയാനുള്ള? എ യൂണിയൻ ബി എന്താ? 1 2 3 4 5 6. എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി 5. എല്ലാവർക്കും കിട്ടിയോ? ജിസിന് കിട്ടിയോ? ബി യൂണിയൻ സി 3 6. ഇ ഇന്റർസെക്ഷൻ എഫ് 6. D intersection E 5. A minus C 1 2 4 5. Okay. D minus E. D minus E 1 2 3. അല്ലേ? E intersection F dash. F dash എന്താ? F ൽ ഇല്ലാത്തത് 1 2 അല്ലേ? സോ ഈ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ 6 ഇന്റർസെക്ഷൻ 1 2 എന്താ 5. എഫ് ഡാഷ് സെറ്റ് 1 2. കിട്ടിയോ എല്ലാവർക്കും? ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടോ? കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല? ഏതാ കിട്ടാത്ത? എ മൈനസ് സി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും സിയിലില്ലാത്തതും. സിയിലുള്ളത് വരാൻ പാടില്ല. അവിടെ നോക്കിയേ, എ എന്ന് പറയുന്ന 1 2 3 4 5 6 ആണ്. സിയിലുള്ള 3 6 ആണ്. അപ്പൊ 3യും 6ഉം എടുത്ത് കളയുക. അപ്പൊ 1 2 4 5 4 5 അത്രേ. കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An experiment involves rolling a pair of dice and recording the numbers that come up. Describe the following events. എന്താണ് ഇവിടുത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്? റോളിംഗ് എ പെയർ ഓഫ് ഡൈസ്. ഒരു പെയർ ഓഫ് ഡൈസ് റോൾ ചെയ്യാണ്. So A, the sum is greater than 8. പറഞ്ഞേ. 8. ഓർഡറിൽ പോവാട്ടാ നമുക്ക്. സോ നമ്മുടെ എക്സ്പെരിമെന്റ്, ഇവിടുത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് റോളിംഗ് എ പെയർ ഓഫ് ഡൈസ് ആണ് അല്ലേ? ഇവിടെ ശ്രദ്ധിച്ചേ, റോളിംഗ് എ പെയർ ഓഫ് ഡൈസ് ആണ് നമ്മുടെ എക്സ്പെരിമെന്റ്. അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസ് എന്താ? സാമ്പിൾ സ്പേസ് 1 1 1 2 അങ്ങനെ എവിടെ വരെ? 1 6 വരെ. അടുത്തോ 2 1 മുതൽ 2 6 വരെ. 3 1 മുതൽ 3 6 വരെ. നെക്സ്റ്റ് 4 1 മുതൽ 4 6 വരെ. 5 1 മുതൽ 5 6 വരെ. 6 1 മുതൽ 6 6 വരെ. ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. ഇനി നമുക്ക് ഓരോ സെറ്റ്സ് എഴുതാം. എ, the sum is greater than 8. സം മൊത്തം എന്തിനാ എഴുതുന്നത്? അത് നിങ്ങൾ എഴുതും.
സം ഇസ് ഗ്രേറ്റർ ദാൻ 8. സം എത്രയായിരിക്കണം? 8നേക്കാളും കൂടുതലായിരിക്കണം. അപ്പൊ 1ന്റെ കൂടെ എന്ത് വന്നാലായിരിക്കും 8 കിട്ടുക? 7 വരണം. 7 നമുക്ക് പോസിബിൾ ആണോ? അല്ല. അപ്പൊ 1ന്റെ ഇവിടെയുള്ള ഒന്നും വരത്തില്ല. നോക്കേ, 2ന്റെ കൂടെ 6 വരണം. അപ്പൊ 2 6 8 ആണ്. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? ഗ്രേറ്റർ ദാൻ 8 ആണ്. അപ്പൊ 2 6 കഴിഞ്ഞ് വേറെ വല്ല നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ 2ലും നത്തിങ് ഇസ് പോസിബിൾ. 3യുടെ കൂടെയോ? 3യുടെ കൂടെ 5 വരുമ്പോഴാ 8. അത് പറ്റത്തില്ല. അത് വേണ്ടി ചവിട്ടല്ലേ കേട്ടോ. അപ്പൊ ഏതാ വരാ? 3 6. ഇനി 4ന്റെ കൂടെയോ? 4 4 ആണ് 8. അപ്പൊ 4 5 4 6 അല്ലേ? ഇനി 5ന്റെ കൂടെയോ? 5 4 5 5 5 6. 6ന്റെ കൂടെ 6 3 6 4 6 5 6 6. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ എ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ ബി എന്താ? 2 occurs on either die. രണ്ട് ഡൈയിലും 2 തന്നെ. അല്ല അല്ല, ഇവിടെ ഓർഡർ ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ ഡൈസ് ത്രോ ചെയ്യല്ലേ. ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ആദ്യം ത്രോ ചെയ്യുമ്പോൾ 4, രണ്ടാമത് ത്രോ ചെയ്യുമ്പോൾ 5. അങ്ങനെയാണ്. ആ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആദ്യം ത്രോ ചെയ്തപ്പോ 5, രണ്ടാമത് ത്രോ ചെയ്തപ്പോ 4. രണ്ട് സെയിം അല്ല കേട്ടോ. ഇനി ബി എന്താ? 2 occurs on either die. അതേതാ? രണ്ട് ഡൈസിലും 2. അതേതാ? 2 2. ഇനി സി എന്താ? സി ദ സം ഈസ് അറ്റ്ലീസ്റ്റ് 7 ആൻഡ് എ മൾട്ടിപ്പിൾ ഓഫ് 3. സം എത്രയാവണം? അറ്റ്ലീസ്റ്റ് 7 ആവണം. 7 എങ്കിലും ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ 7 ആയിരിക്കണം, അതിൽ കൂടുതലായിരിക്കണം. പിന്നെ എന്തായിരിക്കണം? ആൻഡ് എ മൾട്ടിപ്പിൾ ഓഫ് 3. സം എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. അപ്പൊ നോക്ക്, 1ന്റെ ഇപ്പൊ ആരും എഴുതല്ലേ. അപ്പൊ നോക്ക്, 1ന്റെ കൂടെയുള്ള ആരെങ്കിലും വരുമോ? സം 7 വരുന്ന ഏതാ? 1 6 വരും. അപ്പൊ 7 കിട്ടുന്നുണ്ട്. പക്ഷെ 7 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. അപ്പൊ 1 6 എടുക്കാൻ പറ്റില്ല. ഇനി അടുത്തതോ? 2ന്റെ കൂടെ 5 വരുമ്പോഴാണ് 7 വരിക അല്ലെ. ഇപ്പൊ 2 5 7 ആണ്. പക്ഷെ മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ? അല്ല. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആവണം. അറ്റ്ലീസ്റ്റ് 7 വരണം, മൾട്ടിപ്പിൾ ഓഫ് 3 വരണം. ഇനി 2ന്റെ കൂടെ വേറെ ഏതാ വരാ? 2 6 8 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. അപ്പൊ 2ന്റെ കൂടെ ആരും വരത്തില്ല. ഇനി 3യുടെ കൂടെയോ? 3 4 7 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 3 5 8 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 3 6 3 6 9 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പൊ 3 6 വരും. ഇനി 4ന്റെ കൂടെയോ? 4 4 8 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 4 5 9 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. 4 6 10 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. കഴിഞ്ഞു. ഇനി 5 3 8 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 5 4 ആണ്. 5 5 വരില്ല. 5 6 11 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. കഴിഞ്ഞു. ഇനി 6ന്റെ കൂടെയോ? 6 3 6 4 വരുമോ? മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 6 5 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 6 6 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. 12 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. കഴിഞ്ഞില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഡി എന്താ? ഇല്ല അല്ലെ. അത്രേ ഉള്ളൂ. വിച്ച് പെയേഴ്സ് ഓഫ് ദിസ് ഇവന്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്? ഏതൊക്കെയാ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള? പറ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് ആരൊക്കെയാ? അതായത് ഇന്റർസെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 5 വരണം. എ ഇന്റർസെക്ഷൻ ബി എന്തെന്നാ? എ ഇന്റർസെക്ഷൻ ബി പറ. എ ഇന്റർസെക്ഷൻ ബി എന്താ? 5 അല്ലേ. therefore എ ആൻഡ് ബി ആർ എന്ത് പറയാം? മ്യൂച്വലി എക്സ്ക്ലൂസീവ്. കിട്ടിയോ? നെക്സ്റ്റ് എയും സിയും നോക്കിക്കേ. 5 ആണോ എ ഇന്റർസെക്ഷൻ സി? അല്ല. കോമൺ ഉണ്ട് അല്ലേ. സോ എ ഇന്റർസെക്ഷൻ സി നോട്ട് ഈക്വൽ ടു 5 ആണ്. therefore എ ആൻഡ് സി എന്തല്ല? മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഇനി നോക്കിയേ, ബിയും സിയും നോക്കിക്കേ. 5 അല്ലേ. ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ 5. therefore ബി ആൻഡ് സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എഴുതിക്കും. ഏതിലാ?
3 5 8 അല്ലേ? സം 8 അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലല്ലോ 8. അറ്റ്ലീസ്റ്റ് സം അറ്റ്ലീസ്റ്റ് 7 ആയിരിക്കണം, മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. ആ ക്യാമറ ഓക്കെ ആണോ? അതുമ്പോ തൊടണ്ട. വിമൽ, എത്ര പറഞ്ഞാലും കേക്കരുത് കേട്ടോ. കേട്ടില്ല. ഓക്കെ ആയോ? അത് ഈ ക്യാമറ ഇരിക്കുന്നില്ല എന്റെ സ്റ്റാൻഡ്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? എയിലും സിയിലും ആ ചെയ്ത് കഴിഞ്ഞവരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ. ചെയ്ത് കഴിഞ്ഞവരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നാണ്. എക്സ്ക്ലൂസീവിന്റെ ഡെഫിനിഷൻ എന്താ? രണ്ട് ഇവന്റ്സ്, ടു ഇവന്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് ഇഫ് എ ആൻഡ് ബി കനോട്ട് ഹാപ്പൻ സൈമിൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് എയും ബിയും ഹാപ്പൻ ചെയ്യാൻ പാടില്ല. അതായത് അവിടെ അത് പറയുന്നുണ്ട്. ആ സെറ്റ്സ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇന്റർസെക്ഷൻ ബി 5 ആയിരിക്കണം. അപ്പൊ അതാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഓരോ സെറ്റ്സിന്റെയും ഇന്റർസെക്ഷൻ 5 ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞവര് ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 4. ആരുടെ അത്? ഇത് ഫില്ല് ചെയ്തിട്ട് വേണം കേട്ടോ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്യാം. ഇല്ല ഇല്ല,
കിട്ടിയോ? ക്വസ്റ്റ്യൻ നമ്പർ 4 ആദ്യം ചെയ്തിട്ട് ABCD പറയണം കേട്ടോ. ഞാൻ പറയുന്ന ആള് പറയണേ. ആദ്യം എഴുതി വെച്ചേ ABCD എന്താണെന്ന് പറഞ്ഞ് എഴുതി വെച്ചേ. എഴുതിക്കും, സാമ്പിൾ സ്പേസ് എഴുതിക്കും. ക്യാപിറ്റൽ എച്ച്. എത്രണ്ണം കിട്ടും? 2�3. 8. 540. ചെയ്ത് കഴിഞ്ഞോ? ആരൊക്കെ ചെയ്ത് കഴിയാത്ത? ABCD കണ്ടുപിടിച്ച് കഴിയാത്തവരാരൊക്കെയാ? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. നാലാമത്തെ. എക്സ്പ്രസ് നോക്കാനായിട്ട് വേണ്ട വേണ്ട. ആ ABCD കണ്ടുപിടിച്ചോ? D മനസ്സിലായില്ല. D എന്ന് പറഞ്ഞാൽ എന്താ? Denote the event a head shows on the first coin. ആദ്യത്തെ കോയിനിൽ ഹെഡ് ആയിരിക്കണം. അത് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി എന്ത് വേണമെങ്കിലും ആകാം. ആദ്യത്തെ കോയിനിൽ ഹെഡ് ആയിരിക്കണം. അതിനെപ്പറ്റി നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ആദ്യം സാമ്പിൾ സ്പേസ് നോക്കുക. സാമ്പിൾ സ്പേസിൽ ഏതൊക്കെ ഇവന്റിലാണ് അല്ല ഏതൊക്കെ പോയിന്റ്സിലാണ് ആദ്യത്തേതിൽ ഹെഡ് വരുന്നത് നോക്ക്. ആ Three coins are tossed once. Sample space പറഞ്ഞേ. 3 coins are tossed once. H. Next എന്താ? HT. HTH.
THH. അപ്പൊ 2 ഹെഡും ഒരു ടെയിൽ കഴിഞ്ഞു. ഇനി അടുത്തോ ഒരു ഹെഡും 2 ടെയിലും. HTT, THT, TTH അതും കഴിഞ്ഞു. ഇനിയോ 3 ടെയില്. ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. ഓക്കെ, ക്യാപിറ്റൽ A denote the event 3 heads show. 3 heads ഏതാ? HHH. അത് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഉണ്ടോ? ഇല്ല. ഇനി B എന്താ? denote the event 2 heads and 1 tail. എവിടെയാ 2 ഹെഡും ഒരു ടെയിലും ഉള്ളേ? ഇതിൽ അങ്ങനെയല്ലേ, 2 ഹെഡും ഒരു ടെയിലും. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ ഇല്ലേ, ഇവിടെ ഇല്ലേ, ഇതും ഇല്ലേ 2 ഹെഡും ഒരു ടെയിലും? ആ, 2 ഹെഡും ഒരു ടെയിലും. HHT, HTH, THH. ഇനി അടുത്തത് C എന്താ? 3 tails ഏതാ? TTT. D, a head shows on the first coin. ഫസ്റ്റ് കോയിനിൽ ഹെഡ് വേണം. നോക്കിയേ, ഫസ്റ്റ് കോയിനിൽ ഹെഡ്, ഇവിടെ ഫസ്റ്റ് ഹെഡ് അല്ലേ? സോ HHH. ഇവിടെയോ HHT. ഇവിടെയോ HTH. പിന്നെ എവിടെയാ? ഇവിടെ HTT. അത് മാത്രല്ലേ ഉള്ളൂ? എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 4 എലമെന്റ്സ് ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈവന്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്? ഏതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്? അങ്ങനെ പറയരുത്, അങ്ങനെയല്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് A ഇന്റർസെക്ഷൻ A ഇന്റർസെക്ഷൻ C ഈക്വൽ 5 ആണ് അല്ലെ? Therefore A and C are, ഇങ്ങനെയാട്ടോ പറയണ്ടേ, A and C are mutually exclusive. A intersection B യോ? അത് 5 അല്ലേ? A intersection B equal to 5. Therefore A and B are mutually exclusive. ഇനിയോ A and D യോ? അല്ല. നെക്സ്റ്റ് B നോക്ക, B യും C യോ? B and C അല്ലേ? B intersection C equal 5. Therefore B and C are mutually exclusive. Next B and D അല്ല. Okay, next B and D അല്ലല്ലോ. നെക്സ്റ്റ് C and D. C and D വരത്തില്ലേ? C intersection D 5 അല്ലേ? Therefore C and D are mutually exclusive. So A and C, A and B, B and C and C and D are mutually exclusive events. Next question, simple events. സിമ്പിൾ ഇവന്റ്സ് ഏതൊക്കെയാ പറഞ്ഞേ? ഒരു എലമെന്റ് മാത്രമുള്ളത് ആരൊക്കെയാ? A and C. കോമ്പൗണ്ട് ഇവന്റ്സോ? സിമ്പിൾ ഇവന്റ്സ് ഏതൊക്കെയാ? A and C. കോമ്പൗണ്ട് ഇവന്റ്സ് ഏതൊക്കെയാ? B and D. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 ഏതേ?
ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്തോ. സാമ്പിൾ സ്പേസ് ഒക്കെ സെയിമാ. ഏതിന്റെ രണ്ടിന്റെ എഴുതിക്കോ. ഏതിന്റെ രണ്ടിന്റെ? നെക്സ്റ്റ് ക്വസ്റ്റിന്റെ കാര്യമാണോ പറയണേ? ക്വസ്റ്റ്യൻ നമ്പർ 5ന്റെ കാര്യമാണോ പറയണേ? ക്വസ്റ്റ്യൻ നമ്പർ 5 ആണോ പറയണേ? അല്ലെ ഫസ്റ്റ് ക്വസ്റ്റിനാ? അതെടുത്ത് എഴുതിക്കോ. എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ യൂണിയൻ എസ് വരണം, സാമ്പിൾ സ്പേസ് വരണം. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റില് 3 events which are mutually exclusive and exhaustive എന്നാ പറഞ്ഞേക്കണം. എക്സ്ക്ലൂസീവും ആയിരിക്കണം, എക്സോസ്റ്റീവും ആയിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. ബിയും സിയും വരത്തില്ല, ബിയും ഡിയും വരത്തില്ല, സിയും ഡിയും വരില്ല, വരത്തില്ല. അപ്പൊ 3 events അല്ലേ ചോദിച്ചേക്കുന്നേ? 3 events അല്ലേ ചോദിച്ചേക്കുന്നത്? 3 events എടുക്കുമ്പോ എക്സ്ക്ലൂസീവ് ആകണം. ഒരു സെക്കൻഡ്. ഇപ്പൊ ബി, സി ആൻഡ് ഡി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതില്ലാത്ത എലമെന്റ്സ് ഏതൊക്കെയാ? ഓക്കെ, ഇത് തന്നെ എടുക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് വേറെ എടുക്കാം. ഇത് തന്നെ എടുക്കണം നിർബന്ധമില്ല. സാമ്പിൾ സ്പേസ് സെയിം ആണ്, പക്ഷെ ഇതിനകത്ത് പറഞ്ഞ ഇവന്റ് എ ബി സി തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. ഇവന്റ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. സി എന്താന്നപ്പോ നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. സി എന്ന് പറയുന്ന ഇവന്റ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം. അതെന്താണ്? ഗെറ്റിംഗ് 3 ഹെഡ്, ഗെറ്റിംഗ് 3 ടെയിൽ, അങ്ങനെ വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യണം. അല്ല, ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇവിടെ എ എന്ന് പറയുന്ന ഇവന്റ് എന്താ? ഡിനോട്ട് ദ ഇവന്റ് 3 ഹെഡ്സ് ഷോ. അങ്ങനെ വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓരോ ഇവന്റ്സിനെ. അങ്ങനെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ കഴിഞ്ഞ എക്സാമ്പിൾ ഞാൻ കാണിച്ചില്ലേ? എക്സ്ക്ലൂസീവ് എക്സോസ്റ്റീവ് ആയിട്ടുള്ളതിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചില്ലേ? അത് പറഞ്ഞ സമയത്ത് കാണിച്ചില്ലായിരുന്നോ? അത് കേൾക്കാഞ്ഞിട്ടാണ് വിമല, ഞാൻ പറഞ്ഞായിരുന്നു. അതേപോലെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം. ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്ക് പറ്റുമോ നോക്ക്. 3 events which are mutually exclusive and exhaustive. എഴുതിക്കുന്നു അതിന്റെ ആൻസർ. ഗെറ്റിംഗ് നോ ഹെഡ്സ്, അതാണ് ഒരെണ്ണം. ഗെറ്റിംഗ് നോ ഹെഡ്സ്, ഗെറ്റിംഗ് എക്സാക്ട്ലി 1 head, getting no heads, getting exactly 1 head,
and getting at least 2 heads. Getting at least 2 heads. മൂന്നെണ്ണം. സെക്കൻഡിന്റെ ആൻസർ പറയണം. Getting no heads, getting exactly 1 head and getting at least 2 heads. ആ, അതാണ് 3 ഇവന്റ്സ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്തേ. 2 events which are not mutually exclusive. Mutually exclusive അല്ലാത്ത 2 events. നിങ്ങൾ എഴുതിക്കോ. ഈ ബിയും ഇ എന്നൊന്നും എഴുതരുത്. എന്താണ് ഇവന്റ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. ആ സെറ്റ് ആയിട്ട് എഴുതണ്ട, വേണ്ട, ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. ഇവന്റ് എന്താന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. കിട്ടിയോ ഗായത്രി? Getting no heads, getting exactly 1 head and getting at least 2 heads. ആക്ച്വലി ബ്രേക്ക് ഒക്കെ വേണ്ടി അല്ല ചോദിച്ചോ ചോദിച്ചോ. എഴുതി കഴിഞ്ഞോ? എവിടെ 6 മണി ആയിട്ടുള്ളൂ. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയോ? വിമല ആൻസർ എഴുതിയോ? തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞു ബി ആൻഡ് ഡി എന്ന് എഴുതരുതെന്ന്. ബി എന്താ? ഇത് വേർഡ്സ് എഴുതി. ഞാൻ എങ്ങനെയാ സെക്കൻഡ് വണ്ണിന്റെ ആൻസർ തന്നെ അതേപടി എഴുതാനാ പറഞ്ഞത്. Exactly 2 heads. 1 head. ഒരു കാര്യം ചെയ്യുന്ന ആൻസർ നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോ. ഫസ്റ്റ് വൺ 2 events which are mutually exclusive. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ എഴുതിക്കോ. എഴുതാത്തവരാരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നു. തേർഡ് ക്വസ്റ്റ്യൻ 2 events which are not mutually exclusive. എഴുതിക്കോ. Getting at most 2 tails. Getting at most 2 tails. അത് സെക്കൻഡ് വണ്ണിന്റെ ആൻസർ ആണ് വിമൽ. ഇവിടെ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ ആദ്യം. സെക്കൻഡ് വണ്ണിന്റെ ആൻസർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ആ അതെ, ഞാൻ പറഞ്ഞതിന്റെ കുഴപ്പമാണ് അല്ലേ, അല്ലാണ്ട് കേൾക്കാത്തതിന്റെ അല്ല. ഓരോരോ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുകയാണ്. Getting at most 2 tails and getting exactly 2 tails. Getting at most 2 tails and getting tails and getting exactly 2 tails. Next question. 2 events which are mutually exclusive but not exhaustive. Mutually exclusive ആണ്, പക്ഷെ എന്തല്ല, എക്സോസ്റ്റീവ് അല്ല. എഴുതിക്കോ. Getting exactly 1 head, getting exactly 1 head and getting exactly 2 heads. Getting exactly 1 head and getting exactly 2 heads. എങ്ങനെ? നിങ്ങൾ അങ്ങനെ എഴുതിയിട്ട് ഇത് എഴുതിയിട്ട് വേണമെങ്കിൽ സെറ്റിലോട്ട് മാറ്റി കൺവേർട്ട് ചെയ്തു. And getting exactly 2 heads. Next question. 3 events which are mutually exclusive but not exhaustive. 3 events ഉണ്ട്, mutually exclusive ആയിരിക്കണം, പക്ഷെ എന്താവാൻ പാടില്ല,
എക്സോസ്റ്റീവ് ആകാൻ പാടില്ല. ഗെറ്റിംഗ് എക്സാക്ട്ലി വൺ ടെയിൽ. ഫിഫ്ത് ക്വസ്റ്റ്യൻ. എയും ബിയും 3 ഇവന്റ്സ് വേണ്ടേ? ആ. ഗെറ്റിംഗ് എക്സാക്ട്ലി വൺ ടെയിൽ, comma, getting exactly 2 tails, and getting exactly 3 tails, and getting exactly 3 tails. എഴുതിയോ? ക്വസ്റ്റ്യൻ നമ്പർ 6 and 7 ഹോംവർക്ക് ആണ്. അത് ചെയ്തെങ്കിൽ കുഴപ്പമില്ല, ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 6 and 7. ക്വസ്റ്റ്യൻ നമ്പർ 6 and 7 ഹോംവർക്ക് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ട് വരാം കേട്ടോ. ഇല്ല, നെക്സ്റ്റ് ടോപ്പിക്കിൽ. ആ, മിസ് തന്നു. next heading, axiomatic approach. Axiomatic approach to probability. Axiomatic approach to probability. എഴുതിയോ? എഴുതിക്കോളാം. Let capital S be the sample space. Let capital S be the sample space of a random experiment. Let capital S be the sample space of a random experiment. Full stop. The probability capital P is a real valued function. The probability capital P is a real valued function whose domain is a power set of capital S. Whose domain is the power set of capital S and range is the interval closed interval 0, 1. Closed interval 0, 1, satisfying the following axioms. Let capital S be the sample space of a random experiment. Full stop. The probability capital P is a real valued function whose domain is a power set of capital S and range is the interval closed interval 0, 1, satisfying the following axioms. First one, for any event capital E, P of E greater than or equal to 0. For any event capital E, comma, P of E greater than or equal to 0. എഴുതിയോ? Second one, P of S is equal to 1. P of S is equal to 1. P of S is equal to 1. Next, third one, if capital E and F are mutually exclusive events, if capital E and F are mutually exclusive events, then P of E union F
equal P of E plus P of F. മിനിറ്റിന് സമയം ചോദിച്ചോണ്ടിരിക്കുകയാണ്. മിനിറ്റിന് സമയം ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ മാറി മാറിയാണല്ലേ ചോദിക്കുന്നത്. കാല് എഴുതി കഴിഞ്ഞോ? ആക്സിയമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി എന്താണ് പറയണത് ഇവിടെ? പ്രോബബിലിറ്റി എന്താന്നാ പറയുന്നത്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതായത് പ്രോബബിലിറ്റി എപ്പോഴും എന്തേ കിട്ടുള്ളൂ? ഒരു റിയൽ വാല്യൂ. എന്തിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? ഒരു റിയൽ വാല്യൂ ആയിരിക്കും കിട്ടുക. whose domain is a power set of capital S and range is a interval close interval 0 1. അതിന്റെ ഡൊമെയിൻ എന്തായിരിക്കും? നമ്മുടെ സാമ്പിൾ സ്പേസിന്റെ പവർ സെറ്റ് ആയിരിക്കും. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്, സബ്സെറ്റുകളുടെ സെറ്റ് അല്ലെ? അതിനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സാമ്പിൾ സ്പേസ് ഉണ്ടല്ലോ, സാമ്പിൾ സ്പേസിന്റെ സെറ്റുകളായിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും എന്തായിട്ട് കിട്ടുക? ഇവന്റുകളായിട്ട് കിട്ടുക അല്ലെ? ഇനി റേഞ്ച് എന്താ? 0 1 ആണ്. ക്ലോസ് ഇന്റർവൽ 0 1. അതിന്റെ മീനിങ് എന്താ? എപ്പോഴും നമ്മൾ ഏതൊരു ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡൊമെയിൻ ഏതൊരു ഫംഗ്ഷനും എന്തുണ്ട്? ഒരു ഡൊമെയിനും ഉണ്ട്, ഒരു റേഞ്ചും ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഫംഗ്ഷൻ ആരാ? പ്രോബബിലിറ്റി ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിന്റെ ഡൊമെയിൻ ആരായിരിക്കും? സൂപ്പർ സെറ്റ് ഓഫ് ക്യാപിറ്റൽ എസ്. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞേ? നമ്മുടെ ക്യാപിറ്റൽ എസ് എന്താ? സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസിന്റെ എല്ലാ ഇവന്റുകളും എന്തായിരിക്കും? നമ്മുടെ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആയിരിക്കില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റുകളാണ്. അപ്പൊ ഈ സബ്സെറ്റുകളുടെ കളക്ഷൻ ആണ് അങ്ങനെ സൂപ്പർ സെറ്റ് ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ എന്തിന്റെ? ഏതെങ്കിലും ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി അല്ല എടുക്കുന്നത്. അപ്പൊ അത് ഏത് സെറ്റിലെ എലമെന്റ് ആയിരിക്കും? സൂപ്പർ സെറ്റ് ഓഫ് എസിലെ എലമെന്റ് ആയിരിക്കില്ലേ? ഇനി റേഞ്ച് ആരാ? ക്ലോസ് ഇന്റർവൽ 0 1. എപ്പോഴും പ്രോബബിലിറ്റിയുടെ വാല്യൂ 0 മുതൽ 1 വരെ ആയിരിക്കില്ലേ? അതായത് നമുക്ക് എപ്പോഴും പ്രോബബിലിറ്റിയുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത് 0ക്കും 1നും ഇടയ്ക്കുള്ള നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത് കേട്ടോ. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എസ് അല്ലേ? എല്ലാ സെറ്റുകൾക്കും സൂപ്പർ സെറ്റ് ഉണ്ടല്ലോ ഇല്ലേ? ദേഷ്യപ്പെട്ടോ? ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല. നിങ്ങൾ എങ്ങനെ സമയം കളയാന്നാണ്. ഒരു ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റ് 1 2 3. ഇതിന്റെ സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാല് 1 to 10 ഇതിന്റെ സബ്സെറ്റുകളുടെ കളക്ഷൻ. അതിനകത്ത് എന്തായാലും നമ്മുടെ സെറ്റ് എ ഉണ്ടാകും, 5 ഉണ്ടാകും, പിന്നെ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 2 3. അതാണ് എഴുതണ പവർ. സോറി, സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയൊരു സെറ്റ് ആയാൽ മതി. അതായത് ഇപ്പോ ഡൈസിന്റെ കാര്യത്തില് 1 2 3 4 5 6 അല്ലേ സാമ്പിൾ സ്പേസ്? ആ 1 2 3 4 5 6 ന്റെ ഒരു സബ്സെറ്റ് ആണല്ലോ എ. അപ്പൊ എയുടെ സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് 1 2 3 4 5 6 അല്ലേ? അതാണോ ഉദ്ദേശിക്കുന്നത്? അതെ. സൂപ്പർ സെറ്റ് എസ് എന്ന് ചോദിച്ചോണ്ടാണ് എസിനാലും വലിയൊരു സെറ്റ് വേറെ ഉണ്ട്. എസിലാകെ 6 വരെ ഉള്ളൂ. സൂപ്പർ സെറ്റ് എന്ന് പറയുമ്പോൾ എസ് തന്നെ. അത് തന്നെ. ശരിയാണ്. മനസ്സിലായി. നിങ്ങൾ ചോദിച്ചെന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പക്ഷെ സൂപ്പർ സെറ്റ് എന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് പവർ സെറ്റാ പോയത്. ശരിയാ, ഒരു സെക്കൻഡ്. ശരി.
പേടിയാ. എടാ ചിന്ന സത്യം പറ. നീ പഠിച്ചോ? ഇങ്ങനെ പഠിക്കാണ്ട് അവൻ എന്താ ചെയ്തത്? എടാ ഏത് ബ്രാൻഡിന്റെ ഞാൻ മുടി വെട്ടാൻ പോയി ഒരാഴ്ച വെള്ളത്തിൽ തുറച്ചു കൊടുക്കണം. അപ്പൊ ചെയ്യുന്നത് അതിലൂടെ ഞങ്ങൾ വളർന്നു വരണ്ടേ. പവർ സെറ്റ് എന്നല്ലേ ഞാൻ പറഞ്ഞത്, അവിടെ എഴുതിയതാണല്ലേ മാറിയത്. സോറി പവർ സെറ്റ് സോറി സൂപ്പർ സെറ്റ് അല്ല, പവർ സെറ്റ് ആണ് കേട്ടോ. ഇത് ശരിയായില്ലേ? സോറി അത് പറഞ്ഞത് മാറിപ്പോയതാണേ. ഇത് മനസ്സിലായോ? ആ പവർ സെറ്റ്, ആ ശരിയാ പവർ സെറ്റ് പറഞ്ഞ മാറിപ്പോയതാ, സോറി. ആ പവർ സെറ്റ് ആ സബ്സെറ്റുകളുടെ കളക്ഷൻ. ആ സബ്സെറ്റ് നമ്മൾ ഇത് പറഞ്ഞത് തന്നെ. രണ്ടാമത് കുറെ മാറിപ്പോയി, സോറി. ശരിയായില്ലേ? ഒന്നും കൂടെ പറയണോ? ക്ലിയർ ആയില്ലേ? അപ്പോ പവർ സെറ്റ് ഓഫ് എസിൽ നിന്നും നമ്മുടെ റേഞ്ച് ചെയ്ത ക്ലോസ് ലെവൽ 0 ഇതിനകത്തേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി പി ഓഫ് ഇ എന്തായിരിക്കും? എപ്പോഴും പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. 0-നേക്കാളും ഒന്നുകിൽ 0 അല്ലെങ്കിൽ അതിനേക്കാളും വലുതായിരിക്കും. എവിടെ വരെ വരാം? 1 വരെ വരാവുള്ളൂ. ഇനി പി ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ, ഈ രണ്ട് സെറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് ആണ്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, അത് എക്സാമ്പിൾ 4 എടുത്തേ, പേജ് നമ്പർ 297. എടുത്തോ? എല്ലാരും എടുത്തോ? പേജ് നമ്പർ 297. വിമൽ അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് ഒരു വാച്ചും കൊണ്ട് വരണം കേട്ടോ. ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഇത് ഒരു ക്ലാസ്സിലല്ല ഇങ്ങനെ കാണിക്കുന്നത്. 1 അവറിലെ ക്ലാസ്സിന് ഇരിക്കാൻ പറ്റുള്ളൂ. പറയുകയാണെങ്കിൽ ഞാൻ മിസ്സിന്റെ അടുത്ത് പറയാം, വിമലിന് 1 അവർ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന്. ക്ലാസ്സിൽ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. പേജ് നമ്പർ 297 എടുത്തേ. എക്സാമ്പിൾ 4. റീഡ് ചെയ്തേ. Let a sample space be S is equal to omega 1, omega 2, etc. omega 6. നമ്മുടെ സാമ്പിൾ സ്പേസിലെ എലമെന്റ്സ് ആണ് omega 1 മുതൽ omega 6 വരെ. Which of the following assignments of probabilities to each outcome are valid? ഇനി ഓരോ ഔട്ട്കംസിന്റെയും പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് വാലിഡ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. വാലിഡ് ആവുന്നത് എപ്പോഴൊക്കെയാ? എപ്പോഴും ഓരോ അസൈൻമെന്റ്സും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം അല്ലെ? 0-നേക്കാളും വലുതായിരിക്കണം. മാക്സിമം വാല്യൂ എവിടെ വരെ വരാവുള്ളൂ? 1 വരെ വരാവുള്ളൂ. അതായത് പ്രോബബിലിറ്റിയുടെ വാല്യൂ 0-ക്കും 1-നും ഇടയിലായിരിക്കണം. പിന്നെന്താ? പി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1. അതായത് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 1 കിട്ടണം. അതായത് ഓരോ എലമെന്ററി ഇവന്റ്സിന്റെ പ്രോബബിലിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 1 കിട്ടണം. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്ന അസൈൻമെന്റ്സ് വാലിഡ് ആണെന്ന് പറയാം. കിട്ടിയോ? നോക്കിയേ, ഫസ്റ്റ് വൺ എന്താ? 1/6. അങ്ങനെ എത്ര 1/6 ഉണ്ട്? 6 1/6 ഉണ്ട്. നോക്കിയേ, ഫസ്റ്റ് കണ്ടീഷൻ എന്താ?
എല്ലാ വാല്യൂസും 0ക്കും 1നും ഇടയിലാണോ നോക്കണം. 1/6 എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 0 and 1 ആണോ? ആണ് അല്ലെ. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. ഇൻ സെക്കൻഡ് കണ്ടീഷൻ എന്താ? സം ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ആണോ? 1 ആണോ? അല്ലേ? 1/6 plus 1/6 plus 1/6 plus 1/6 plus 1/6 plus 1/6 plus 1/6 which is equal to 6/6 which is equal to 1 ആണല്ലോ. അപ്പൊ എന്ത് പറയാം? The given assignment is valid. കിട്ടിയോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1 എടുത്തേ. ഇനി എക്സസൈസ് ക്വസ്റ്റ്യൻ എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. സോറി, 6 എണ്ണാട്ടോ ഉള്ളേ. ഇനി 14.2 എടുത്തേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ചെയ്തേ. ചെയ്തു കഴിഞ്ഞോ? ചെയ്യും. പോണോ? നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 0.1 പോസിറ്റീവ് ആണോ? 0.1 പോസിറ്റീവ് ആണോ? അല്ല, സോറി, പോസിറ്റീവ് ആണോന്നല്ല, ഇൻ ബിറ്റ്വീൻ 0 and 1 ആണോ? 0.01, 0.05, 0.03, 0.01, 0.2, 0.6. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ? സെക്കൻഡ് കണ്ടീഷൻ എന്താ? the sum of all the events should be 1 അല്ലേ? 1 ആണോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്ക്. എഴുതണോട്ടോ. കണ്ടീഷൻ 1 സാറ്റിസ്ഫൈഡ്, കണ്ടീഷൻ 2 സാറ്റിസ്ഫൈഡ്. ബി ആണോ? നോക്ക്. സി ചെയ്ത് നോക്കൂ. ഇനി ഇൻ കേസ് വാലിഡ് അല്ലെങ്കിൽ ഏത് കണ്ടീഷനാണ് വയലേറ്റ് ചെയ്യുന്നതെന്നും കൂടെ എഴുതണം കേട്ടാ. നോട്ട്ബുക്കിൽ എഴുതണം. നോട്ട്ബുക്കിൽ എഴുതണം. ഇപ്പൊ ഏതാ ചെയ്തോണ്ടിരിക്കുന്നത്? സി ആണോ? സി വാലിഡ് ആണോ? ആണോ? അല്ല. എന്തുകൊണ്ടാ? സമ്മ് 1 അല്ല, ഗ്രേറ്റർ ദാൻ 1 ആണ് കിട്ടുന്നത്. ഇനി ഡി ആൻഡ് ഡി ഹോംവർക്ക് ആണേ. കുഴപ്പമില്ല. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, a coin is tossed twice. What is the probability that at least one tail occurs? എങ്ങനെയാ കണ്ടുപിടിക്കുക? A coin is tossed twice. അപ്പൊ സാമ്പിൾ സ്പേസ് എന്താ? സാമ്പിൾ സ്പേസ് പറഞ്ഞേ. കോയിൻ is tossed twice പറഞ്ഞേ. എന്താ വരാ? HH, HT, TH, TT. What is the probability that at least one tail occurs? ഒരു tail എങ്കിലും വേണം. അപ്പൊ ഏതാ? ഇത് വരും, ഇത് വരും, ഇത് വരും അല്ലേ? സോ പ്രോബബിലിറ്റി P of at least one tail occurs. ആൻസർ എന്താ? എന്റെ ഇക്വേഷൻ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? പറ. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് outcomes divided by total number of outcomes which is equal to favorable outcomes എത്രണ്ണം ഉണ്ട്? 3 എണ്ണം. divided by total number of outcome is 4. So the answer is 3/4. കിട്ടിയോ? സയോൺ കിട്ടിയോ? കിട്ടിയോ സയോൺ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്തേ. ഇപ്പോ a die is thrown, find the probability of following events. A prime number will appear. ചെയ്തേ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് മസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം കേട്ടോ, രണ്ടുപേരുടെ. കൊണ്ടുവരണം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യും. അത് കിട്ടിയില്ല ഇതുവരെ. എന്നാ നന്ദനക്ക് എന്ത് പറ്റി? ആണോ? വേദാദിയ ഇന്ന് ഡേറ്റ് എത്രയാ? 2 അല്ലേ? ആൻസർ കിട്ടിയോ? സ്കെയിൽ ഉണ്ടോ അതിൽ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം കേട്ടോ. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 3 അത് എല്ലാം ചെയ്തോ? എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തോ? പെൻസിലുണ്ടോ? പെൻസിലുണ്ടോ? എങ്ങനെ മുറിക്കാൻ പോണെന്ന് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം കേട്ടോ. ഹോംവർക്ക് മറക്കാണ്ട് ചെയ്യണേ. താങ്ക് യു.